നമസ്കാരം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഈ ബാക്കിൽ കാണുന്നത് ഒരു ഓൾറെഡി പഴയ ഒരു വീടിന്റെ മുകളിൽ റെനോവേഷൻ നടക്കുന്നതാണ്. റെനാകോണിന്റെ AAC ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് തൃശ്ശൂർ കൊടകരയിലാണ്. നമുക്കപ്പോൾ പണിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. കൊടകരയിൽ നിന്ന് വരുമ്പോൾ ആളൊരു റൂട്ടിൽ കടന്നിട്ടാട്ടോ ഈ വീട് വരുന്നത്. ഇപ്പോൾ ഇതൊരു 900 സ്ക്വയർ ഫീറ്റോളാണ് മുകളിൽ അവര് പുതിയതായിട്ട് എടുക്കുന്നത്. നമ്മളുടെ റെനാകോണിന്റെ 6 ഇഞ്ചിന്റെ ബ്ലോക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇന്ന് വർക്ക് നടക്കണ ദിവസമാണ്. നമ്മുടെ സുരേഷ് ചേട്ടനാണ് ഇവിടെ പണിയുന്നത്. നമുക്ക് വർക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ചേട്ടാ, ഇത് സിൽ ലെവൽ കോൺക്രീറ്റിംഗ് അല്ലേ? അതെ. ഇതിപ്പോ എന്തിനാ ചെയ്യണേ? അത് നിർബന്ധമാണോ എന്താണെന്ന് പറഞ്ഞു. ഇതിപ്പോ ഈ കട്ടകൾ തമ്മിലുള്ള ഒരു കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ എല്ലാ കട്ടയിലാണെങ്കിലും ഇത് ചെയ്യാറുണ്ടോ? എല്ലാ കട്ടയില്ല, നമ്മളൊരു 3 വരി കവറിങ് ജനല ഉയരം കവർ ചെയ്യണതാണ്. പിന്നെ ലിൻഡലില് കവർ, പിന്നെ ലിൻഡലില് കമ്പി ഇട്ടിട്ട് ബെൽറ്റ് കൊടുക്കും. പിന്നെ ഈ ബോണ്ടിന് എത്ര കപ്പിന് എത്ര വെള്ളം ഒഴിച്ച് ചേർക്കുക അങ്ങനെ എന്തെങ്കിലും പറയാൻ? അത് 5 mm ആണ് പേസ്റ്റ് നമ്മൾ കനം വെക്കണത്. അപ്പൊ അതിന്റെ ഇത്ര കപ്പ് വെള്ളം അതിപ്പോ നമ്മളൊരു 2 കപ്പ് ഇടുകയാണെങ്കിൽ ഒരു 4 കപ്പ് പൗഡർ ഇടും, പേസ്റ്റ് ഇടും. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറയണനുസരിച്ച് പിന്നെ ചേർക്കണ പതിവ്. അങ്ങനെ ഇതേ ടൈറ്റില് വരും, അല്ലെങ്കിൽ അത് പേസ്റ്റ് പോലെ. AAC ബ്ലോക്ക് എന്ന് പറയുമ്പോഴേ എയറേറ്റഡ് ഓട്ടോക്ലേവ് കോൺക്രീറ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ ഫ്ലൈ ആഷും ലൈം സ്റ്റോണും അങ്ങനെ കുറെ മെറ്റീരിയൽസ് ഒക്കെ മിക്സ് ചെയ്ത് എയറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോക്ലേവ് ഇതൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. അതുകൊണ്ട് തന്നെ ഇത് ഗ്രീൻ പ്രൊഡക്റ്റ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, ഗ്രീൻ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കിത് പല സൈസിൽ കിട്ടും. ഇതിപ്പോ ഒരു യൂഷ്വലി ഇത് സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. സിമെന്റ് ബ്രിക്ക് ആയിട്ട് കമ്പയർ ചെയ്യണേ അപ്പൊ അതിന്റെ ഇരട്ടി വലിപ്പം വരും. ഇത് 24 ഇഞ്ച് നീളം വരും. അപ്പൊ തന്നെ ഒരു കട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 കട്ട വെക്കണതിന്റെ അത്ര സൈസായി നമുക്ക്. പക്ഷെ ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. നമുക്ക് അതിലും വിട്ടൊരു 4/1 ഭാരം മാത്രമേ നമ്മളുടെ AAC ബ്ലോക്ക് ഉപയോഗിച്ചാൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സൈറ്റുകളിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു വീടുണ്ട്, അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേറൊരു ഫ്ലോറും കൂടി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു ബ്രിക്ക് നമ്മളുടെ AAC ബ്ലോക്ക് ആണ്. നമ്മളുടെ ജോയിന്റ് മോട്ടർ ഉണ്ടല്ലോ, റെനാബോണ്ടിലാണ് AAC ബ്ലോക്സ് നമ്മൾ പണിയാന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ മിക്സിങ് എങ്ങനെയാന്ന് നമുക്ക് കാണാം, അതിന്റെ റേഷ്യോ ഒക്കെ എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ നമ്മള് ഒരു ചാക്ക് പേസ്റ്റിന് ഒരു 50 കട്ടയാണ് പണിയാൻ പറ്റണത്. 6 ഇഞ്ച് കട്ടയാകുമ്പോ 50 കട്ട. സിമെന്റ് കട്ട നമ്മൾ ഒരു ചാക്ക് സിമെന്റിന് 40 അടി മണല് ഒരു ചാക്ക് സിമെന്റ് ആണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ആ സമയം ലാഭമുണ്ട് ഈ കട്ട പണിയുമ്പോൾ. പേസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് പണി തുടങ്ങാം. ഇതിപ്പോൾ 40 അടി മണൽ അളന്നിടണം, സിമെന്റ് ഇടണം, അങ്ങനെ 2 ആളുടെ പണി, സമയം വൈകലാണ്. മിക്സ് ചെയ്യണം, കൂടുതൽ സമയം പിടിക്കും ഈ സിമെന്റ് കട്ട പണിയുമ്പോൾ. മണലും സിമെന്റും മിക്സ് ചെയ്യാൻ 40 അടി മണൽ അളന്നിടാൻ തന്നെ ഒരു സമയം പിടിക്കും. പിന്നെ അത് മിക്സ് ചെയ്യണം, 2 തവണ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ പണിയാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമ്മൾ പേസ്റ്റ് മിക്സ് ചെയ്ത മെഷീനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വേണ്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ സൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് കോൺക്രീറ്റിന്റെ കട്ടളകളാണ് കേട്ടോ. ജനലേനും വാതിനൊക്കെ കട്ടള കോൺക്രീറ്റ് ആണ്. AACയുടെ ബ്ലോക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. സ്റ്റീലിന്റെ വേണമെങ്കിൽ ഉപയോഗിക്കാം, മരത്തിന്റെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ UPVC ചെയ്യണവർ, അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യണവരൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. അത് AAC ബ്ലോക്ക് ആയതുകൊണ്ട് അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിൽ കട്ടലയായിട്ട് ഉപയോഗിക്കാം. ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? എന്താ ചെയ്യുന്നേ? ഞാൻ ഡ്രൈവറാണ്. ഇപ്പോ ഈ വീട് പണിയാൻ മുകളിലേക്ക് എടുക്കാനായിട്ട് ഈ കട്ട എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? നമ്മൾ മുകളിലേക്ക് പണിയാനായിട്ട് ഒന്ന് ചൂട് കുറവ് നോക്കണം, പിന്നെ വെയിറ്റ് കുറവും കൂടി നോക്കിയപ്പോഴാണ് ഈ കട്ടയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ കട്ടയെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഈ കട്ട എവിടെയുള്ളതെന്ന് അന്വേഷിച്ച് പോയിട്ടാണ് നമ്മളിത് പാലിയേക്കര എത്തിയത്. പിന്നെ ഇതിപ്പോ എത്ര ദിവസമായി വർക്ക് സ്റ്റാർട്ട് ചെയ്തു? ഇതിപ്പോ 4 ദിവസം ഉണ്ട്. സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോ മുകളിലേക്ക് എത്തിക്കാനായിട്ട് വെയിറ്റ് കുറവാണ്. 1000 കട്ട നമ്മൾ ഒറ്റടിക്ക് മുകളിലേക്ക് യൂണിയൻകാർ വന്ന് നേരെ ട്രസ്സിന്റെ മുകളിൽ കൂടെ മുകളിലേക്ക് കയറ്റുക ചെയ്തത്. വണ്ടി നേരിട്ട് കയറ്റുക ചെയ്തത്. ഇറക്കി താഴത്ത് ഇറക്കേണ്ടി വന്നില്ല. നമ്മൾ അവിടെ ട്രസ് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിൽ പലകിയിട്ട് നേരെ മുകളിലേക്ക് കയറ്റി. 1000 കട്ട കയറാന്ന് പറഞ്ഞത് ഒരു ഇത് തന്നെയല്ലേ. താഴത്ത് ഇറക്കി വെച്ച് കയറ്റണമെങ്കിൽ അപ്പൊ ഡബിൾ ചെലവല്ലേ. ഒറ്റടിക്ക് നമുക്ക് മുകളിലേക്ക് 1000 കട്ട കയറിയിരുന്നു. വെയിറ്റ് കുറവുള്ളതുകൊണ്ടാണ്. മറ്റേ കട്ടയാണെങ്കിൽ നമുക്ക് ഇത്ര കയറ്റി വെക്കാൻ പറ്റില്ല, ലോഡ് ഇതാവില്ല. ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് 1000 കട്ടയും കയറ്റി വെക്കാൻ പറ്റി.
മറ്റേത് പകുതി കുറേശ്ശെ പണിയുന്നതിനനുസരിച്ച് കയറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആകെ മറ്റേത് സിമെന്റ് ഒക്കെ കമ്പയർ ചെയ്യാണെച്ചാൽ ഒരു 4 വെയിറ്റ് ഉള്ളൂ 12 കിലോ വെയിറ്റ് അല്ലേ വരുന്നുള്ളൂ. വിചാരിച്ച പോലെ സ്പീഡിലും എല്ലാം സ്പീഡില് പണി നടക്കുന്നുണ്ട്. പ്ലാൻ ചെയ്ത പോലെയൊക്കെ പണി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബ്രിക്കില് ഇത് റെനാക്കോൺ എന്നുള്ള ബ്രാൻഡിന്റെ ആണ്. നമ്മളുടെ AAC ബ്ലോക്കുകൾ ഒരുപാട് കമ്പനികളുടെ ഉണ്ട്. അതില് ഒരു പ്രീമിയം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് റെനാക്കോണിന്റെ. നമുക്കപ്പോൾ അവരുടെ ബ്രിക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ISI കോഡ് ഉണ്ടായിരിക്കും, അതിന്റെ ഡെൻസിറ്റി ഉണ്ടായിരിക്കും, പിന്നെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കും, പിന്നെ അത് റെനാക്കോണിന്റെ ലോഗോ ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാതും നമുക്ക് എല്ലാ ബ്രിക്കിലും കിട്ടും. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർലി ആ ബ്രാൻഡിന്റെ തന്നെയാണോ എന്നും കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ റെനാക്കോണിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. ഈ കട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഈ കട്ട മാത്രമല്ല, നിങ്ങൾക്ക് ചുമരുപണിക്ക് ഉള്ള പലതരത്തിലുള്ള ഏത് കട്ട വേണമെങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.